Praise the Lord. Praise the Lord. കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം നിങ്ങളോട് എല്ലാവരോടും അറിയിക്കുന്നു. ഇപ്രകാരം എനിക്ക് ഈ അവസരം ഒരുക്കിയ ദേവദാസനോടും ഞങ്ങളുടെ സഹോദരനായ ബിജു സഹോദരനോടുള്ള നന്ദി, കുടുംബത്തോടുള്ള നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ നിങ്ങൾക്ക് അപരിചിതനല്ല. കാരണം കഴിഞ്ഞ 3 വർഷത്തിന് മുമ്പ് ഇവിടേക്ക് കടന്നു വന്ന് ശുശ്രൂഷിക്കാനും ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കാനൊക്കെ ദൈവം എനിക്ക് അവസരം നൽകി. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഇവിടേക്ക് കടന്നു വരുവാനും, കാരണം ഈ പ്രാവശ്യം കടന്നു വന്നപ്പോൾ ദൈവം പല സ്ഥലങ്ങളിൽ മീറ്റിംഗ്സൊക്കെ അറേഞ്ച് ചെയ്ത് തരുന്നു. ഈ പ്രാവശ്യം വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ 3 മാസമേ എനിക്ക് സ്റ്റേ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. കാരണം അന്ന് കോവിഡ് ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ്സസ് ആയിരുന്നു. ഇവിടെ വെച്ചും ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ എടുക്കാമായിരുന്നു. എന്നാൽ 2022 അതിൽ ജനുവരി മാസത്തിൽ ഞങ്ങൾ സ്റ്റുഡൻസിനെ എല്ലാം തിരിച്ചു വിളിച്ച് ഫിസിക്കൽ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എനിക്ക് തിരിച്ചു പോകേണ്ടി വന്നു. എന്നാൽ വൈഫിന് 3 മാസം കൂടി ഇവിടെ നിന്നു. അതിനുശേഷം വീണ്ടും ഇവിടെ കടന്നു വരുവാനിടയായി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ദൈവം പല സ്ഥലങ്ങളിലായിട്ട് ഉപയോഗിച്ചു. എന്നാൽ ഈ പ്രാവശ്യം വന്നപ്പോൾ എന്നെ തന്നെ എനിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത വിധം ദൈവം അവസരങ്ങൾ ഒരുക്കി തരുന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പല സ്ഥലങ്ങളിൽ ഒക്ടോബർ, ഞങ്ങൾ സെപ്റ്റംബർ 10 വന്നു. സെപ്റ്റംബറിൽ അങ്ങനെ മീറ്റിംഗ്സ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഒക്ടോബർ മുതൽ തുടരെ ഓരോ ആഴ്ചയിലും മീറ്റിങ്ങുകൾ ദൈവം തന്നുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ പ്രാവശ്യത്തെ എൻ്റെ വരവിൽ എന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, പല സ്ഥലങ്ങളിലും സഭ ഉപവസിക്കുന്നതിന് വേണ്ടി 21 ഡേയ്സ്, 7 ഡേയ്സ്, 3 ഡേയ്സ് ഇങ്ങനെയുള്ള ഉപവാസ പ്രാർത്ഥനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, ജനം ഒരു ഉണർവിന് വേണ്ടി കാത്തിരിക്കുക. അപ്പോൾ ജനം അതിനുവേണ്ടി കാത്തിരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത്, ദാഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നവനാണ് നമ്മുടെ ദൈവം. പ്രൈസ് ദി ലോർഡ്. പ്രത്യേകിച്ച് നമ്മളെല്ലാം നമ്മുടെ സ്വന്തം നാട് വിട്ട് ഈ ദേശത്തേക്ക് കടന്നു വന്നു. എന്നാൽ ഈ ദേശത്തിന്റെ അവസ്ഥ ഒരു വിഷ്വൽ, നമ്മുടെ ഭൗതികമായ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ അതിന്റെ അവസ്ഥ കാണാൻ സാധിക്കുകയില്ല. എന്നാൽ ആത്മീക ദൃഷ്ടിയിൽ നമ്മൾ അതിനെ കാണുമ്പോഴാണ് ഈ ദേശത്തിന്റെ അവസ്ഥ മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. എൻ്റെ വിഷയം എറ്റർണിറ്റിയാണ്. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്നെ ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിച്ച 1-2 കാര്യങ്ങൾ ഞാൻ മുഖവരയായിട്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ആരെങ്കിലും ഒരാള് മത്തായിയുടെ സുവിശേഷം 9:36 വാക്യം വായിച്ചാൽ ഈ ദേശത്തിന്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒന്ന് വായിച്ചു. മതി. ഈ ദേശത്തിന്റെ അവസ്ഥ എന്താണ്? കുഴഞ്ഞവരും ചിന്നിയവരുമായിട്ട്, ചിതറിയവരുമായിട്ട്, എന്ന് വെച്ചാൽ ഇടയനില്ലാത്ത ആടിനെ പോലെയുള്ള ഒരു അവസ്ഥയാണ്. ആത്മീയ ദൃഷ്ടി കൊണ്ട് നമ്മൾ ഇതിനെ കാണണം. അപ്പോൾ മാത്രമേ നമുക്കതിനെ കാണുവാനായിട്ട് കഴിയുള്ളൂ. അതാണ് ഈ ദേശത്തിന്റെ അവസ്ഥ. അങ്ങനെയെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം എന്താ? അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മധ്യസ്ഥം ചെയ്യുക, അവരെ ദൈവത്തിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ പ്രാവശ്യം വന്നപ്പോൾ ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അബർഡീനിലായിരുന്നു 5 ദിവസം. അവിടെ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ഫാസ്റ്റിംഗ് പ്രയർ. ഞാൻ ഈ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ പല സ്ഥലങ്ങളിൽ എനിക്ക് അവസരം കിട്ടി. എന്നാൽ 2 സഭയിൽ, ഒന്ന് ഐൽസ്ബറിയിലെ ചർച്ച്, ഐ വാസ് എൻജോയിങ് ദ ചർച്ച് സർവീസ് ആൻഡ് ദ അന്തരീക്ഷം, അവിടുത്തെ സഭ അന്തരീക്ഷം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭയായിരുന്നു. രണ്ടാമത്തെ ഞാൻ ആത്മീയമായിട്ടും അല്ലാതെയും എനിക്ക് ഏറ്റവും ആനന്ദം തന്ന ഒരു സഭയായിരുന്നു അബർഡീനിലുള്ള സഭ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ.
അവിടെ കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് സംസാരിക്കാനിടയായി. അപ്പോൾ ഞാൻ ഉപവാസത്തെക്കുറിച്ച് ഈ പല സ്ഥലങ്ങളിലും എന്നെ ഉപവാസത്തിന് വേണ്ടി വിളിക്കും. 3 ദിവസത്തെ ഉപവാസം, 2 ദിവസത്തെ ഉപവാസത്തിനൊക്കെ വേണ്ടി വിളിക്കുമ്പോൾ ആ ഒരു പ്രിപ്പറേഷൻ ഞാൻ വളരെയധികം ദൈവസന്നിധിയിൽ ഇരുന്ന് ഞാൻ അതിനെക്കുറിച്ച് ദൈവം തരുന്ന ആലോചന ജനത്തിന് കൊടുത്തു. വളരെ അനുഗ്രഹമായി. എന്നാൽ ഇവിടെ എനിക്ക് വളരെ പാസ്റ്റർ ദേവദാസൻ എന്നോട് പറഞ്ഞ് ഇതൊരു ബൈബിൾ സ്റ്റഡിയാണ്, അതുകൊണ്ട് അതിൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ നിത്യത, എറ്റേണിറ്റി, അതാണ് നമ്മുടെ വിഷയം. ആകയാൽ ഞാൻ അബർഡീനിൽ വന്നു കഴിഞ്ഞിട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച തുടങ്ങി ഈ കണ്ടിന്യൂസ് ആയിട്ട് ദൈവസന്നിധിയിൽ ഇരുന്ന് ഉപവസിച്ച് ദൈവത്തിൽ നിന്ന് പ്രാപിച്ച ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് തരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അല്ലാതെ എൻ്റെ സ്വന്തമായിട്ടുള്ള ഒരു ആലോചനയും ഞാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നില്ല. ദൈവം തരുന്നത്, പൗലോസ് പറഞ്ഞതുപോലെ ഞാൻ ദൈവത്തിൽ നിന്ന് പ്രാപിച്ച് നിങ്ങൾക്ക് തരും. Praise the Lord. So therefore this is from the Lord. Okay. ഞാൻ എന്നെക്കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇൻട്രൊഡ്യൂസ് ചെയ്ത് ബൈബിൾ കോളേജിൽ കഴിഞ്ഞ 38 വർഷം ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുവാനും അവിടെ ആ കോളേജുമായിട്ടുള്ള ബന്ധത്തിൽ കുഞ്ഞുങ്ങളെ, സ്റ്റുഡൻസിനെ പഠിപ്പിക്കുകയും ഞാൻ കൈകാര്യം ചെയ്യുന്ന 2 ഡിപ്പാർട്ട്മെന്റിലുണ്ട്. റിലീജിയനും ക്രിസ്ത്യൻ തിയോളജി. സോഷ്യോളജി ഉണ്ടായിരുന്നു, പക്ഷേ സോഷ്യോളജി പിന്നെ ഞാൻ അങ്ങ് വിട്ടു. റിലീജിയനും ക്രിസ്ത്യൻ തിയോളജിയിലും പ്രൊഫസർ ഓഫ് റിലീജിയൻ ഡിപ്പാർട്ട്മെന്റ്, പ്രൊഫസർ ഓഫ് ക്രിസ്ത്യൻ തിയോളജി ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ കഴിഞ്ഞ 38 വർഷമായിട്ട് ദൈവത്തിൻ്റെ വചനം കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ കടന്നു വന്ന് ബൈബിൾ സ്റ്റഡി എന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ടായിരുന്നു. കാരണം നമ്മൾ ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞാൽ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാപിക്കുക. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ദൈവസന്നിധിയിൽ നിന്ന് ഇരുന്ന് ദൈവവചനം കേൾക്കണം, ദൈവത്തിൽ നിന്ന് പ്രാപിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കായിട്ടും ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പോൾ ദൈവമക്കളുടെ ഹൃദയത്തിലുള്ള ആഗ്രഹം, അബർഡീനിൽ ഡ്യൂട്ടി ക്യാൻസൽ ചെയ്ത് വെച്ച് ഉപവസിക്കുന്ന ഒരു അനുഭവം ഞാൻ കാണുവാൻ. ദൈവമക്കളുടെ ഇടയിൽ ഇപ്പോൾ നടക്കുന്ന ഒരു പ്രവണതയാണ്. ഡ്യൂട്ടി ക്യാൻസൽ ചെയ്ത് അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്ത് ദൈവസന്നിധിയിൽ ഇരിക്കാനും ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ജനം. പ്രൈസ് ദി ലോർഡ്. ആകയാൽ ഇന്ന് ദൈവസന്നിധിയിൽ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. പ്രാർത്ഥനയോടുകൂടി ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഉച്ചയ്ക്ക് ഒരു സെഷനുണ്ട്. അപ്പോൾ ഈ 2 സെഷനിലും നിത്യതയാണ് നമ്മുടെ വിഷയം. അപ്പോൾ ഒരു വിഷയം നമ്മൾ പാസ്റ്റർ പറയുക, വിഷയത്തെക്കുറിച്ച് പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പ്രിപ്പറേഷനും ഒരു ഓർഗനൈസ്ഡ് ലെവലായിട്ടുള്ള ഒരു ഓർഗനൈസ്ഡ് രീതിയിൽ വേണം അതിനെ കൈകാര്യം ചെയ്യേണ്ടത്. അതുകൊണ്ട് ഞാനൊരു ഓർഗനൈസ്ഡ് രീതിയിലാണ് ഞാൻ ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധയോടുകൂടി കേൾക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കാരണം 2 പാർട്ടായിട്ടാണ് ഞാൻ ഇത് വിഭാഗം ചെയ്തിരിക്കുന്നത്. ഒന്നാമത്തെ പാർട്ട് കേട്ട് 2ാമത്തെ പാർട്ട് കേട്ടില്ലെങ്കിൽ അത് നഷ്ടമായി. അതുകൊണ്ട് രാവിലെ വന്നവര് ഉച്ചയ്ക്കും വരിക, ശ്രദ്ധിച്ച് കേൾക്കുക. കാരണം അതിൻ്റെ ക്ലൈമാക്സ് സെക്കൻഡ് പാർട്ടിലാണ്. ഒരുപക്ഷെ സമയം കിട്ടുമെങ്കിൽ സെക്കൻഡ് പാർട്ടിലോട്ട് ഇപ്പോഴത്തെ ആദ്യത്തെ സെഷനിൽ കടക്കാം. എന്നാൽ സെക്കൻഡ് സെഷനിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിൻ്റെ ക്ലൈമാക്സ്. ദൈവം നിത്യതയ്ക്ക് വേണ്ടി എന്താണ് ഒരുക്കിയിട്ടുള്ളത്, ഓക്കെ, അതാണ് ഞാൻ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി 2 വേദഭാഗം വായിക്കണം. ഒന്ന് സഭാപ്രസംഗി എക്ലീസിയാസ്റ്റിക് 3:11 ഫസ്റ്റ് പാർട്ടിന്റെ. സെക്കൻഡ് പാർട്ട് ഗോസ്പൽ ഓഫ് ജോൺ, യോഹന്നാന്റെ സുവിശേഷം 10:10-11. ഞാൻ എന്റെ കൈകളുടെ സകല പ്രവൃത്തികളെയും ഞാൻ ചെയ്യുവാൻ ശ്രമിച്ച സകല പരിശ്രമങ്ങളെയും നോക്കി എല്ലാം മായയും വൃഥാ പ്രയത്നവും അത്രേ. 3:11. ആ
മതി, വായിച്ചല്ലോ. God has planted eternity in the human hearts. Praise the Lord. ദൈവം നിത്യത, നിത്യതയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് മാനവജാതിയുടെ ഉത്ഭവം മുതൽ അവന്റെ ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുക. ഓക്കെ, ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ God has set the eternity in the human heart. ഓക്കെ, അത് വായിച്ച് അത് മനസ്സിൽ വെക്കുക. അതാണ് ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം. ഇനി യോഹന്നാന്റെ സുവിശേഷം 10:10-11 വായിച്ചാൽ. മതി. അവർക്ക് ജീവൻ ഉണ്ടാകുവാനും, അത് ഏത് ജീവനാണ്? നിത്യജീവൻ. നിത്യതയിൽ നാം എന്താണ് അനുഭവിക്കാൻ പോകുന്നത് അത് നൽകുന്നതിന് വേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു അല്ലെങ്കിൽ ദൈവപുത്രൻ സ്വർഗം വെടിഞ്ഞ് ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് ജീവൻ ഉണ്ടാകുവാൻ എന്ന് വെച്ചാൽ നിത്യജീവൻ ഉണ്ടാകുവാനും, ആ ജീവൻ എങ്ങനെയാ? സമൃദ്ധിയായിട്ട്. പ്രൈസ് ദി ലോർഡ്. സമൃദ്ധിയായിട്ട്. പ്രിയമുള്ള ദൈവമക്കളെ, എനിക്ക് ദുഃഖം വരുന്ന ഒരു പ്രവൃത്തി എന്തെന്ന് വെച്ചാൽ, ഇന്ന് ദൈവസഭയിൽ കാണുന്ന, ഞാൻ ഇവിടുത്തെ കാര്യമല്ല പറയുന്നത്, ഞാൻ പറഞ്ഞില്ലേ ബെഡ്ഫോർഡിൽ ഒരു ചർച്ചിൽ ഞാൻ കഴിഞ്ഞ മാസം പ്രസംഗിച്ചു. ഒരു വല്ലാത്തൊരു അവസ്ഥ. അവരുടെ ജീവിതത്തിൽ ഈ നിത്യജീവൻ പ്രാപിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമായിരിക്കുന്നു. കർത്താവ് ദൈവം, സർവശക്തനായ ദൈവം എന്തിനു വേണ്ടിയാണ് തന്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത്? നിത്യതയിൽ നാം അനുഭവിക്കാൻ പോകുന്ന ആ ജീവൻ നമുക്ക് തരുന്നതിന് വേണ്ടി. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഈ ഭൂമിയിൽ ആ നിത്യജീവൻ അനുഭവിച്ചുകൊണ്ട് ജീവിക്കാൻ വേണ്ടിയാണ്. ആ ജീവൻ സമൃദ്ധിയായിട്ട് തരുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നു. അതിന് നമ്മൾ ഒരുക്കമാണോ? അതാണ് ഇന്ന് നാം ചിന്തിക്കാനായിട്ട് പോകുന്നത്. അത് രണ്ടാമത്തെ സെഷനിലാണ് ഞാൻ സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. നമ്മൾ വേദഭാഗത്തിലേക്ക് സഭാപ്രസംഗിയുടെ പുസ്തകം 3:11 ഈ സെഷനിൽ ഞാൻ ഊന്നൽ കൊടുത്ത് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. നിത്യത എന്ന് പറഞ്ഞത് നമ്മൾ ഒരു ക്രിസ്ത്യൻ ടീച്ചിങ്സ് മാത്രമല്ല, എല്ലാ മതങ്ങളും നിത്യതയെ കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. എന്താണ് നിത്യയിൽ സംഭവിക്കാൻ പോകുന്നത് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുകയും അവരനുഭവിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു എൻ്റെ റിലീജിയൻ സബ്ജക്റ്റിൽ ഹിന്ദുയിസത്തിലാണ് ഞാൻ തെസിസ് ചെയ്തിരിക്കുന്നത്. ആയതുകൊണ്ട് ഹിന്ദുയിസം ഒരു നല്ലൊരു ഫൗണ്ടേഷൻ എനിക്കുണ്ട്. ഞാൻ കോളേജിൽ ഹിന്ദുയിസം എല്ലാ ക്ലാസ്സിലും പഠിപ്പിക്കുകയും ചെയ്യുന്ന, സിലബസ് അനുസരിച്ച് പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഹിന്ദുയിസത്തിലും ഈ നിത്യതയെ കുറിച്ച് പറയുന്നുണ്ട്. ഹിന്ദുയിസത്തിലേക്ക് നമ്മൾ അപ്പോൾ ഞാൻ പറഞ്ഞ വസ്തുത എന്ന് വെച്ചാൽ, നിത്യത എന്ന് പറയുന്നത് ഒരു സങ്കല്പമല്ല. അതൊരു ഇമാജിനേഷൻ അല്ല, പിന്നെയോ അതൊരു വാസ്തവമാണ്. വാസ്തവമാണ് അത്. that eternity is a reality. Praise the Lord. അതുകൊണ്ടാണ് എല്ലാ മതങ്ങളും ഇതിനെ ഊന്നൽ കൊടുത്ത് പഠിപ്പിക്കുന്നത്. Praise the Lord. പ്രിയമുള്ളവരെ, അങ്ങനെയെങ്കിൽ നമ്മൾ യേശുക്രിസ്തു, ഞാൻ പറഞ്ഞല്ലോ മറ്റ് മതങ്ങളിൽ ഇതിനെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ യേശുക്രിസ്തു ഇതിനെ വളരെ ഗൗരവമായിട്ട് തന്റെ ജനത്തെ പഠിപ്പിക്കുക. സുവിശേഷത്തിലും പുതിയ നിയമത്തിലും
ആ പഠിപ്പീരാണ് നമ്മൾ കാണുന്നത്. ദാറ്റ് മീൻസ് ക്രിസ്ത്യൻ ടീച്ചിങ്സ് ആർ above the other religion. നമ്മളുടെ ക്രിസ്തു മതത്തിന്റെ അല്ലെങ്കിൽ ക്രിസ്തീയ മാർഗത്തിന്റെ ഈ പഠിപ്പീരാണ് മറ്റ് മതങ്ങൾ പഠിപ്പിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള പഠിപ്പിക്കൽ. Praise the Lord. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, എത്ര ഗൗരവത്തോടുകൂടി നാം Praise the Lord. എത്ര ഗൗരവത്തോടുകൂടി നമ്മൾ ഒന്ന്. അപ്പോൾ ഹിന്ദുയിസത്തിൽ നമ്മൾ പഠിപ്പിക്കുമ്പോൾ, ഹിന്ദുയിസം നമ്മൾ ചിന്തിക്കുമ്പോൾ, ഹിന്ദുയിസത്തിലെ ഒത്തിരി പുസ്തകങ്ങളുണ്ട്, ധാർമ്മിക ഗ്രന്ഥം, സേക്രഡ് ലിറ്ററേച്ചേഴ്സ് എന്നാണ് പറയുന്നത്. ആ സേക്രഡ് ലിറ്ററേച്ചേഴ്സിനെ അതിനെ രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഒന്ന് ശ്രുതി ലിറ്ററേച്ചേഴ്സ്, രണ്ട് സ്മൃതി ലിറ്ററേച്ചേഴ്സ്. ശ്രുതി ലിറ്ററേച്ചേഴ്സ് നമ്മുടെ വേദപുസ്തകം പഠിപ്പിക്കുന്നത് പോലെ തന്നെ they consider it as a revelatory literature. അത് ശരിയാ, revelatory literature. എന്നാൽ നിത്യതയെക്കുറിച്ച് അവരുടെ പഠിപ്പീരിൽ അവർ സ്മൃതി ലിറ്ററേച്ചേഴ്സിന് കുറച്ചുകൂടി ഇതിലേക്ക് ജോഡി ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഇതിലേക്ക് കണക്ട് ചെയ്തപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പഠിപ്പിക്കലായിട്ട് മാറി. അതുകൊണ്ടാണ് ഹിന്ദുയിസത്തിൽ നമ്മൾ വായിക്കുമ്പോൾ സംസാര ചക്ര എന്ന് പറഞ്ഞ ആ ഒരു ഇത്. കാരണം ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അവൻ മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും 1000-10,000 കണക്കിന് പുനർജന്മത്തോടുകൂടി അവൻ വീണ്ടും ജനിക്കും. അത് ശ്രുതി ലിറ്ററേച്ചേഴ്സിൽ പറഞ്ഞിട്ടില്ല, ശ്രുതി ലിറ്ററേച്ചേഴ്സിലില്ല. അത് സ്മൃതി ലിറ്ററേച്ചേഴ്സിന് കൊണ്ടുവരുന്ന പഠിപ്പിലാണ്. ആയതുകൊണ്ട് ശ്രുതി ലിറ്ററേച്ചേഴ്സ്, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേദിക് ലിറ്ററേച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഉപനിഷത്ത് വരെ ശ്രുതി ലിറ്ററേച്ചേഴ്സ് ആയിട്ടാണ് അവർ കാണുന്നത്. ആ ഉപനിഷത്തിലെ എറ്റേണിറ്റിയെ കുറിച്ച്, നിത്യതയെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. നിത്യതയിൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഹിന്ദുയിസത്തിന്റെ പഠിപ്പിക്കൽ അനുസരിച്ച്, അല്ലെങ്കിൽ ടീച്ചിങ്സ് അനുസരിച്ച് ഹിന്ദുയിസം പഠിപ്പിക്കുന്നത് ബ്രഹ്മൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചവനായ ബ്രഹ്മൻ ഏത് അവസ്ഥയിലായിരിക്കുന്നുവോ ആ അവസ്ഥയിലേക്ക് ആത്മാവ് അല്ലെങ്കിൽ സോൾ കടന്നു ചെല്ലുമ്പോൾ സോൾ പറയും, ആത്മാവ് പറയും, അഹം ബ്രഹ്മാസ്മി എന്ന് വെച്ചാൽ I am the very essence of the creator Brahman. മനസ്സിലാവുന്നുണ്ടോ? ഉപനിഷത്തിന്റെ പഠിപ്പീരനുസരിച്ച് ബ്രഹ്മൻ ഏത് അവസ്ഥയിലായിരിക്കുന്നു എന്ന് വെച്ചാൽ ബ്രഹ്മൻ ആണ് ഈ ബ്രഹ്മാണ്ടത്തെ സൃഷ്ടിച്ചത്. ഈ ബ്രഹ്മന്റെ അവസ്ഥയിലേക്ക് എറ്റേണിറ്റിയിൽ അല്ലെങ്കിൽ നിത്യതയിൽ ആത്മാവ് സോൾ ആ ബ്രഹ്മനോട് കൂടെ ചേരുന്ന അനുഭവമാണ് നിത്യത ഹിന്ദുയിസത്തിന്റെ അടിസ്ഥാനത്തിൽ. എന്ന് വെച്ചാൽ ആത്മൻ ബ്രഹ്മാവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ ആത്മാവ് പറയും, അഹം ബ്രഹ്മാസ്മി, ഞാൻ ഐ ആം ഓൾസോ ദ വെരി എസൻസ് ഓഫ് ബ്രഹ്മൻ. അത് കഴിഞ്ഞിട്ട് ബ്രഹ്മനോട് കൂടെ ഇരിക്കുന്ന ഒരു അനുഭവം. എന്നാൽ അത് ഉപനിഷത്ത് പഠിപ്പിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഉപനിഷത്തിക് ടീച്ചിങ്സ് ആർ ഗുഡ്. എന്നാൽ അവര് ഹിന്ദു ലിറ്ററേച്ചർ, സ്മൃതി ലിറ്ററേച്ചേഴ്സും കൂടി ഇതിനകത്ത് ജോഡി ചെയ്തപ്പോഴാണ് ഈ സംസാര ചക്ര വരുന്നത്. സംസാര ചക്ര എന്ന് പറഞ്ഞാൽ ദ ബർത്ത് ഓഫ് ദ സർക്കിൾ ഓഫ് ബർത്ത് ആൻഡ് റീബർത്ത്. ആ ബർത്ത് ആൻഡ് റീബർത്തില് അവസാനം കർമ്മയുടെ കാർമിക് എലമെന്റ്സ് ഈ ആത്മാവിൽ നിന്ന് മൊത്തമായിട്ട് മാറുമ്പോഴാണ് ബ്രഹ്മനിലേക്ക് ലയിക്കുന്നത്. അത് സ്മൃതി ലിറ്ററേച്ചേഴ്സിന്റെ പഠിപ്പില്ല. അത് നമ്മുടെ ബൈബിളിൽ അല്ലെങ്കിൽ യഥാർത്ഥമായിട്ടുള്ള ടീച്ചിങ്സിൽ അതില്ല. ആകയാൽ പ്രിയമുള്ളവരെ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഹിന്ദുയിസത്തിൽ നാം കാണുന്നത് പോലെ ഒരു ആത്മാവ്,
ആത്മാവ് ബ്രഹ്മനിൽ ലയിക്കുന്ന അവസ്ഥയാണ് നിത്യത. എന്ന് വെച്ചാൽ ഞാൻ ദൈവത്തിന്റെ ബ്രഹ്മന്റെ സെയിം എസൻസ്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു എത്രയോ മനോഹരമായിട്ട് അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഉപദേശമാണ് നമ്മുടെ ബൈബിളിൽ. ആകയാൽ ഈ വിഷയം, നിത്യത എന്ന വിഷയം വളരെ ഗൗരവത്തോടുകൂടി നാം എടുക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ സഭാപ്രസംഗിയിൽ വായിച്ചതുപോലെ eternity, God has planted the concept of eternity in human hearts. അത് നമ്മുടെ ജനനം മുതൽ തന്നെ ഉണ്ട്, നമ്മുടെ സൃഷ്ടി മുതൽ തന്നെ ദൈവം അത് സ്ഥാപിച്ചിരിക്കുക. എന്നാൽ സംഭവിച്ചത് എന്താ? പാപം മൂലം ആ ഒരു കൺസെപ്റ്റ് അത് മാറി എന്ന് പറഞ്ഞാൽ ഈ സമയത്തിന്റെ എനിക്ക് 12:30 വരെ സമയം തന്നിട്ടുണ്ട്. 12:30 വരെ സമയം തന്നതിൽ എത്ര പ്രസംഗിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പഠിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ അടുത്ത സെഷനിലേക്ക് നമ്മൾ നീക്കി വെക്കും. റോമാലേഖനം 1:18 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിക്കണം. പക്ഷെ ഇപ്പൊ വായിക്കണ്ട, നിങ്ങൾ വീട്ടിൽ ചെന്നിട്ട് വായിച്ചാൽ മതി. പൗലോസ് റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നുണ്ട്, ഈ എറ്റേണിറ്റിയെ ദൈവം നിത്യത എന്താണ്, നിത്യതയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്, ഇതെല്ലാം ദൈവം വെളിപ്പെടുത്തി തന്നിട്ട് മനുഷ്യൻ അവന്റെ പ്രവൃത്തി കൊണ്ട് അതിനെ മൂടിക്കണം. That means the human beings have suppressed that thought which God has planted. ദൈവം മനുഷ്യ ഹൃദയങ്ങളിൽ സ്ഥാപിച്ച ആ കൺസെപ്റ്റിനെ മറികടന്നുകൊണ്ട് അതിനെ സപ്രസ് ചെയ്തു, അതിനെ അടിച്ചമർത്തി. അതുകൊണ്ടാണ് പല ആരാധന, പല തരത്തിലുള്ള മാനുഷിക ബുദ്ധിയിൽ ഉത്ഭവിച്ച ആരാധനയിലേക്ക് ജനം മടങ്ങിപ്പോയത്. അതുകൊണ്ടാണ് അവിടെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആളുകൾ ആനിമൽസിനെ അല്ലെങ്കിൽ ജീവചരാചരങ്ങളെ അങ്ങനെ ആരാധിക്കാൻ, ജീവചരാചരങ്ങളെ ആചരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറി. എന്നാൽ ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ദൈവം എറ്റേണിറ്റിയെ, നിത്യതയെ മനുഷ്യ ഹൃദയങ്ങളെ സ്ഥാപിച്ചത് കൊണ്ട് അവന്റെ ഉള്ളിൽ ഒരു ലോങ്ങിങ് ഉണ്ട്, ഒരു പ്രത്യാശയുണ്ട്. അല്ലെ, പ്രത്യാശ എന്ന് പറഞ്ഞാൽ ഒരു വാഞ്ച. ആ വാഞ്ച എന്ന് അതിനൊരു അർത്ഥം കിട്ടുന്നു, അന്നാണ് ആ ദൈവം സ്ഥാപിച്ച നിത്യതയെ തന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയുന്നത് ആ വാഞ്ചയാണ്. Praise the Lord. പ്രിയമുള്ളവരെ, God has planted this eternity, the concept of eternity in human heart. Therefore there is a longing, vanja, eternal longing in human hearts. ഒരു ആ നിത്യത അല്ലെങ്കിൽ നിത്യജീവൻ പ്രാപിക്കണം എന്നുള്ള വാഞ്ച ഇന്നും ജനഹൃദയങ്ങളിലുണ്ട്. അത് ഏത് മതത്തിലുള്ള ആയിക്കൊള്ളട്ടെ, ആ വാഞ്ചയുണ്ട്, ആ ലോങ്ങിങ് ഉണ്ട്. അതുകൊണ്ട് ആ ലോങ്ങിങ് സാറ്റിസ്ഫൈ ചെയ്യാതെ അവന് ദൈവവുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ ആ ലോങ്ങിങ്, എറ്റേണൽ ലോങ്ങിങ്, ആ നിത്യതയ്ക്ക് വേണ്ടിയുള്ള വാഞ്ച, അതിനെ പ്രാപിക്കുന്നതിന് വേണ്ടി നമുക്കറിയാമല്ലോ ജനം എന്തൊക്കെയാണ് ചെയ്യുന്നത്. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിലാണെങ്കിൽ മല കയറുന്നു, ഗംഗയിൽ പോയി സ്നാനമെടുക്കുന്നു, മുങ്ങുന്നു. ഇതെല്ലാം എന്തുകൊണ്ടാ? ആ ലോങ്ങിങ്, that longing is there, eternal longing is there in the human heart. So therefore God established that thing, that desire, longing. ആ ലോങ്ങിങ്ങിന് വേണ്ടി, ആ ലോങ്ങിങ്ങിനെ ഒന്ന് പ്രാപിക്കുന്നതിന് വേണ്ടി മാനവജാതി ഇന്നും
പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ എത്ര പേരത് പ്രാപിക്കുന്നുണ്ട്? ചിന്തിക്കുക. ഓക്കെ, സോ ദെർഫോർ ആ ലോങ്ങിങ് എന്തുകൊണ്ടാ? ഈ എറ്റേണിറ്റി, നിത്യത എന്ന വസ്തുത ദൈവം മനുഷ്യ ഹൃദയങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത് കൊണ്ട് മനുഷ്യനിൽ ആ വാഞ്ചയുണ്ട്. ആ വാഞ്ച എന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നു, അന്ന് ആ വീണ്ടും ആ ദൈവം സ്ഥാപിച്ചതായിട്ടുള്ള ആ നിത്യത അവന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയുള്ളൂ. ഞാൻ വീണ്ടും ധൃതി പിടിച്ച് പോവുകയാണ്. 2, എന്തിനു വേണ്ടിയാണ് ഈ എറ്റേണിറ്റി ദൈവം മനുഷ്യ ഹൃദയങ്ങളിൽ സ്ഥാപിച്ചത്? ഇറ്റ് ഈസ് ടു റിവീൽ ഗോഡ്സ് മാസ്റ്റർ പ്ലാൻ. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, നിങ്ങൾ വേദപുസ്തകം നല്ല രീതിയിൽ പഠിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പാസ്റ്റർ ദേവദാസൻ നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. ദൈവത്തിന്റെ വചനത്തിൽ rooted and grounded in the word of God. അങ്ങനെയെങ്കിൽ നിങ്ങൾ ധന്യരായി. Praise the Lord. So why God has planted that concept? It is to reveal God's master plan. എന്താണ് ദൈവിക പദ്ധതി? ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ എന്താണ്? മാസ്റ്റർ പ്ലാൻ എന്ന് വെച്ചാൽ നിത്യതയിൽ നാം ഏതവസ്ഥയിലായിരിക്കണമോ അതാണ് ദൈവം നടത്താൻ ഉദ്ദേശിക്കുന്ന മാസ്റ്റർ പ്ലാൻ. ദൈവമുള്ളവരെ, എനിക്ക് ഒത്തിരി പറയുവാനായിട്ട് എനിക്ക് കഴിയില്ല. ആവശ്യമുള്ളവർക്ക് എന്നോട് ചോദിച്ചാൽ അതിന് എക്സ്പ്ലനേഷൻ തരാം. അപ്പോൾ ദൈവം ആ ദൈവിക പദ്ധതി നിറവേറ്റുന്നതിന് വേണ്ടിയാണ് ഈ കൺസെപ്റ്റ് മനുഷ്യ ഹൃദയങ്ങളിൽ സ്ഥാപിച്ചിരിക്കുന്നത്. ആ മാസ്റ്റർ പ്ലാൻ എന്ന് വെച്ചാൽ ദൈവം ഇങ്ങനെ നമ്മൾ എബ്രായ ലേഖനത്തിൽ വായിക്കുമ്പോൾ ദൈവം പണ്ട് ഭാഗമായിട്ടും അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് അവസാനം ഈ അന്തിമ ദിനത്തിൽ പുത്രന് മാത്രം സ്ഥലം വെളിപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പുത്രൻ എന്താണ് ദൈവിക പ്ലാൻ എന്നുള്ളത് യേശുക്രിസ്തുവിൽ കൂടി യേശുക്രിസ്തു സകലതും നമുക്ക് വെളിപ്പെടുത്തി തന്നത്. പ്രൈസ് ദി ലോർഡ്. ആ വെളിപ്പാടെന്ന് വെച്ചാൽ നിത്യത നാം അനുഭവിക്കുന്നത് എന്ന് വെച്ചാൽ ദൈവം മനുഷ്യരോട് കൂടെ വസിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, ഞാൻ അതിന്റെ 2ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുമ്പോഴാണ് അതിന്റെ ബ്യൂട്ടി, അതിന്റെ സൗന്ദര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അപ്പോൾ ആദിമകാലങ്ങളിൽ ദൈവം ഈ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഈ നിത്യത എന്ന കൺസെപ്റ്റ് മനുഷ്യ ഹൃദയങ്ങൾ എന്തിനാ സ്ഥാപിച്ചത്? ദൈവം തന്റെ മാസ്റ്റർ പ്ലാൻ, ദൈവിക പദ്ധതി വെളിപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്ലാൻ ചെയ്യുന്നു. ഇനി കൂടുതലായിട്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല. ആൻഡ് അപ്പോൾ ആ മാസ്റ്റർ പ്ലാൻ ദൈവം സ്ഥാപിച്ചുവെങ്കിൽ ദൈവത്തിന് ആ മാസ്റ്റർ പ്ലാൻ കൊണ്ട് പല ഉദ്ദേശങ്ങളുണ്ട്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് ദൈവത്തിൻ്റെതായിട്ടുള്ള വഴികളുണ്ട്. അത് നിവർത്തിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെതായിട്ടുള്ള വഴികൾ ദൈവം വെച്ചിട്ടുണ്ട്. That means God has His own ways to reveal that plan. Praise the Lord. പ്രിയമുള്ളവരെ, ചിന്തിക്കുക. ഇന്ന് നമ്മുടെ മനുഷ്യ ലോകം അല്ലെങ്കിൽ മാനവജാതി അവന്റെ വഴിയിൽ കൂടി നടക്കുവാൻ ആഗ്രഹിക്കുകയാണ്, നിത്യത പ്രാപിക്കുകയില്ല. Praise the Lord. നാം ദൈവത്തിന്റെ വ്യവസ്ഥ അനുസരിച്ച് ദൈവത്തിന്റെ വഴികളിൽ കൂടി നടക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ മാത്രമേ ദൈവം ഉദ്ദേശിച്ച ആ പദ്ധതി വെളിപ്പെടുകയുള്ളൂ. Praise the Lord. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? ദൈവ വഴികളിൽ അതിലേക്ക് കടക്കുന്നതിന് വേണ്ടി നമ്മെ തന്നെ സമർപ്പിക്കുക. Praise the Lord. Nothing. അതിനുവേണ്ടി നമ്മൾ പൈസ മുടക്കേണ്ട ആവശ്യമില്ല. അതിനുവേണ്ടി യാതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. Just a simple thing. Just obey.
the Lord. അങ്ങനെയെങ്കിൽ ഈ ദൈവം നിത്യതയിൽ എന്ത് ആഗ്രഹിക്കുന്നുവോ, എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ അത് നമുക്ക് പ്രാപിക്കുവാൻ. Praise the Lord. So why God has planted that? To reveal His mystery, to reveal the mystery of God's plan. And അതിനുവേണ്ടി ദൈവത്തിന് അതിൻ്റെതായിട്ടുള്ള വഴികളുണ്ട്. അത് പ്രാപിക്കാത്തിടത്തോളം കാലം, ഈ പദ്ധതി നിർവഹിക്കാൻ പറ്റാത്തിടത്തോളം കാലം, അല്ലെങ്കിൽ നമ്മൾ അത് അനുഭവിക്കാൻ കഴിയാത്തിടത്തോളം കാലം, the humanity will be restless. ഒരു അസംതൃപ്തി, ഒരു റെസ്റ്റ്ലെസ്നെസ്സിൽ കൂടിയായിരിക്കും ഹ്യൂമാനിറ്റി കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, അതൊക്കെ ഞാനങ്ങ് വിടുകയാണ്. അപ്പോൾ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ പദ്ധതി വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ദൈവത്തിന് വഴികളുണ്ട്. ആ വഴികളിൽ കൂടി നടന്നാൽ നിത്യതയിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അത് നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അത് അനുഭവിക്കാൻ കഴിയും. Praise the Lord. അത് പ്രാപിക്കുന്നിടത്തോളം കാലം നമ്മൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, ദൈവവചനത്തെ ഗ്രഹിക്കുക, വിശ്വസിക്കുക, നമുക്കത് പ്രാപിക്കാൻ കഴിയും. അപ്പോൾ ആ ഒരു ഡിസയർ അത് പ്രാപിക്കുന്നതിന് വേണ്ടി, അതിനു വേണ്ടിയാണ് ദൈവം ആത്മീയമായിട്ടുള്ളൊരു ദാഹം ജനഹൃദയങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, വീട്ടിൽ ചെന്നിട്ട് റോമർക്ക് എഴുതിയ ലേഖനം 1:18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു വായിക്കണം. നേരത്തെ ഒരുപക്ഷെ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കാം. എന്നാൽ അത് ഒന്നുകൂടി ധ്യാനത്തോടുകൂടി അത് വായിക്കും. അപ്പോൾ നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയും എന്താണ് ഇന്ന് മാനവജാതിയുടെ അവസ്ഥ. അതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ therefore എൻ്റെ ആദ്യത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ, ദൈവം നിത്യത എന്നുള്ള ആ കൺസെപ്റ്റ്, വസ്തുത ജനഹൃദയങ്ങളിലേക്ക് പ്ലാന്റ് ചെയ്തു ആയതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മൾ ഗൗരവമായിട്ട് ചിന്തിക്കണം. രണ്ട് എറ്റേണിറ്റി റിഫ്ലക്ട്സ്. നമ്മൾ പഴയ നിയമത്തിലേക്ക്, ഇന്ന് ഈ ആദ്യത്തെ സെക്ഷനിൽ ഞാൻ പഴയ നിയമത്തെ ആധാരമാക്കിയാണ് സംസാരിക്കുന്നത്. രണ്ടാമത്തെ സെക്ഷനിൽ പുതിയ നിയമത്തിൽ. അപ്പോൾ യഹൂദന്മാരുടെ മതത്തിൽ, ജുഡായിസത്തിൽ നമ്മൾ കാണുമ്പോൾ, ജുഡായിസത്തിൽ ഈ യഹൂദന്മാർക്ക് ദൈവം വ്യവസ്ഥകൾ കൊടുത്തപ്പോൾ it was very clear in that Old Testament. It was very clear. ആ പഴയ നിയമം നമ്മൾ വായിക്കുമ്പോൾ അവിടെ എന്തിനു വേണ്ടിയാണ് ഈ നിത്യത ദൈവം പ്ലാൻ ചെയ്തിരിക്കുന്നത് എന്ന് പഴയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ആ പഠിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ, ദൈവം നിത്യത ആ ഒരു കൺസെപ്റ്റ് യഹൂദന്മാർക്ക് നൽകിയത് എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ, ടു റിഫ്ലക്ട് ഗോഡ്സ് എറ്റേണൽ നേച്ചർ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഹിന്ദുയിസത്തിലുണ്ട്, എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പഠിപ്പിക്കലാണ് നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അതിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള ഒരു പഠിപ്പിക്കലാണ് യേശു ക്രിസ്തു നമുക്ക് തരുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ വായിക്കുമ്പോൾ നിത്യത എന്ന കൺസെപ്റ്റിൽ കൂടി ദൈവം തന്റെ ജനമായ ഇസ്രായേലിന് നൽകിയത് എന്തെന്ന് വെച്ചാൽ, this eternity, the teachings of eternity reflects the eternal nature of God. Praise the Lord. Eternal nature of God according to Old Testament. പഴയ നിയമത്തിന്റെ പഠിപ്പിക്കൽ അനുസരിച്ച് പഴയ നിയമം നമ്മളോട് പഠിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ, എറ്റേണിറ്റി അല്ലെങ്കിൽ നിത്യതയെ ദൈവം എന്തിനു വേണ്ടിയാണ് സ്ഥാപിച്ചത്, അത് യഹൂദന്മാർക്ക് നൽകിയപ്പോൾ അതിൽ നിന്ന് നമ്മൾ പഠിക്കുന്നത് എന്ന് വെച്ചാൽ, ഇറ്റ് റിഫ്ലക്ട്സ് ഗോഡ്സ് നേച്ചർ. പ്രൈസ് ദി ലോർഡ്. ആ ഗോഡ്സ് നേച്ചർ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്കത് അനുഭവിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. അതിന് അവിടെ വരെ പോകണം.
പോകുമ്പോൾ അതിന് മുമ്പായിട്ട്, നിത്യതയിൽ പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് നിത്യത നമുക്ക് ഈ ഭൂമിയിൽ നമുക്ക് അനുഭവിക്കാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. പുതിയ നിയമത്തിന്റെ പഠിപ്പിക്കൽ അതാ. അപ്പോൾ ഇനി ഈ ദൈവത്തിന്റെ നേച്ചർ, ദൈവത്തിന്റെ സ്വഭാവങ്ങൾ അതൊക്കെ എന്തൊക്കെയാണ്? ഓക്കെ, ദൈവത്തിന്റെ സ്വഭാവങ്ങൾ എന്ന് പറയുമ്പോൾ ദി ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ്. ഈ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് എന്ന് പറയുമ്പോൾ അതിനെ രണ്ടായിട്ട് ഭാഗിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ തിയോളജിക്കൽ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണ്. തിയോളജിക്കലി when we speak about the attributes of God, it is categorized into two parts. One is the moral attributes, that means communicable attributes, and the other one is incommunicable attributes. Communicable attributes എന്ന് പറഞ്ഞാൽ ദൈവം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന അനുഭവം അല്ലെങ്കിൽ ആ നേച്ചറാണ് കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്. ദൈവം അത് തന്റെ ജനത്തിന് കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്. ഓക്കെ, എന്നാൽ ഇൻകമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് അത് ഇപ്പൊ നമുക്ക് അനുഭവിക്കാൻ ഒക്കത്തില്ല. അത് നിത്യതയിൽ, എസ്കറ്റോളജി അല്ലെങ്കിൽ യുഗാന്ത്യത്തിന്റെ അവസാനം നമുക്ക് ലഭിക്കുന്ന അനുഭവം. എന്നാൽ കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ദൈവം തന്റെ ജനത്തിന് എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ സ്വഭാവമാണ് കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ്. അത് ദൈവം കൊടുത്തത്, അതിനെ വെളിപ്പെടുത്തുന്നതാണ് പഴയ നിയമത്തിലെ നിത്യതയുടെ പഠിപ്പിക്കൽ. ഓക്കെ, പഴയ നിയമത്തിൽ ദൈവം അത് തന്റെ മക്കൾക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു, ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നു. സോ ആ നേച്ചർ നമ്മൾ പ്രാപിക്കുക. ആ നേച്ചർ നമ്മൾ ഇസ്രായേൽ മക്കളെ അത് പ്രാപിച്ച് അത് പ്രകാരം ജീവിക്കണം. അതാണ് ദൈവം ആഗ്രഹിച്ചത്. എന്നാൽ നമ്മൾ മലാക്കി വരെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അവർ അതിൽ നിന്ന് ഫെയിലായി, അതിൽ പരാജയപ്പെട്ടു. ഓക്കെ, അതുകൊണ്ടാണ് ദൈവം ഒരു ന്യൂ കവനന്റ്, പുതിയ നിയമം നമുക്ക് തരുന്നത്. അതിലേക്ക് ഞാൻ അടുത്ത സെക്ഷനിൽ വരും. അപ്പോൾ ദൈവം തന്റെ നേച്ചറിനെ, സ്വഭാവത്തെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഈ നിത്യത എന്ന് പറഞ്ഞ ആ വസ്തുത നമ്മൾ സ്ഥാപിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ പഴയ നിയമ ജനമായ ഇസ്രായേലിന് നൽകിയത്. ആ ഒരു ആട്രിബ്യൂട്ട്സ് നമ്മുടെ ജീവിതത്തിൽ ഒരു ദിവസമല്ല, നമ്മുടെ ജീവിതത്തിന്റെ അവസാനം വരെ നമ്മൾ അത് പ്രതിഫലിപ്പിക്കണം, റിഫ്ലക്ട് ചെയ്യണം. ഓക്കെ, ഇനി സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അതൊക്കെ അങ്ങ് വിട്ടുപോവുകയാണ്. ഓക്കെ, ദൈവം ആ തന്റെ നേച്ചറിൽ കൂടി നമ്മളോട് പറയുവാൻ, നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, ഞാൻ ഒരു പ്രോമിസ് ചെയ്താൽ അത് നിവർത്തിക്കുന്ന ദൈവമാണ്. ദൈവം നമ്മളോട് ഒരു വാഗ്ദത്തം ചെയ്താൽ ആ വാഗ്ദത്തം ദൈവം നിവർത്തിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. ദൈവം വിശ്വസ്തൻ. ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്, ഇതെല്ലാം faithfulness of God, patience of God, love of God, grace of God, ഇതെല്ലാം കമ്മ്യൂണിക്കബിൾ ആട്രിബ്യൂട്ട്സ് ഓഫ് ഗോഡ് ആണ്. ദൈവം തന്റെ ജനത്തിനെ, പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിനെ കൊടുത്ത് ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന ഒരു കവനന്റ് ആണ് നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുന്നത്. എന്നാൽ ദുർഭാഗ്യം എന്ന് പറയട്ടെ, ദൈവജനം, ഇസ്രായേൽ മക്കൾ അതിൽ പരാജയപ്പെട്ടു. അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്, ഇതെല്ലാം ഫെയ്ത്ത്ഫുൾനെസ്, ഗ്രേസ് ഓഫ് ഗോഡ്, ഗുഡ്നെസ് ഓഫ് ഗോഡ്, ഇതെല്ലാം, ഇതിനെക്കുറിച്ചൊക്കെ എനിക്ക് പഠിപ്പിക്കാം. ഞാൻ ഇതെല്ലാം നോട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുക. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങ് ഓടിച്ചു പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കണ്ട്
ഞാൻ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുമ്പോൾ ഞാൻ സ്റ്റുഡൻസിനോട് പറയും, ഞങ്ങൾക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഇവാഞ്ചലിസത്തിന് വേണ്ടി സ്റ്റുഡൻസിന് വിടും. അപ്പോൾ എല്ലാവരും ട്രാക്റ്റ് എടുത്തൊന്ന് പോകും. ട്രാക്റ്റ് ഞാൻ സ്റ്റുഡൻസിനോട് പറയും, നീ ട്രാക്റ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. യുവർ ലൈഫ് ഈസ് എ ട്രാക്റ്റ്. നിന്റെ ജീവിതമാണ് ഒരു ട്രാക്റ്റ്. നമ്മുടെ ജീവിതത്തിൽ കൂടി ഗുഡ്നെസ് ഓഫ് ഗോഡ്, ഫെയ്ത്ത്ഫുൾനെസ് ഓഫ് ഗോഡ്, ഗ്രേസ് ഓഫ് ഗോഡ്, മേഴ്സി ഓഫ് ഗോഡ്, ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ കൂടി നിറവേറുന്നതെങ്കിൽ ദൈവം ആ ഉദ്ദേശിച്ച ദൈവിക പദ്ധതിയായ നിത്യത നമ്മളിൽ കൂടി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. പ്രിയമുള്ളവരെ, അതാണ് ദൈവത്തിന്റെ ഉദ്ദേശം എന്നുള്ളതാണ്. ഇതാണ് ദൈവികമായിട്ടുള്ള മാസ്റ്റർ പ്ലാൻ. അതിന് ദൈവത്തിന്റെ അതിൻ്റെതായിട്ടുള്ള ഉദ്ദേശങ്ങളുണ്ട്. അത് ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നു. സോ ദൈവം ഇനി ക്രിയേഷനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇതെല്ലാം ഇത് റിഫ്ലക്ട് ചെയ്തുകൊണ്ടിരിക്കുക. ദൈവം ഇതെല്ലാം ക്രിയേഷനിൽ പറയുന്നുണ്ട്. സങ്കീർത്തനം 19:1 വായിക്കുമ്പോൾ, ആരെങ്കിലും ഒന്ന് വായിക്കുമ്പോൾ സങ്കീർത്തനം 19:1. Heaven declares, ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. കൈവേലയെ പ്രസിദ്ധമാക്കുന്നു. അതിനെ നമ്മൾ പഴയ നിയമത്തിൽ വായിക്കുമ്പോൾ എലാം, എൽ ഒലാം, എൽ ഒലാം, that means ദൈവത്തിന്റെ ഈ സ്വഭാവം, ആട്രിബ്യൂട്ട്സ് ക്രിയേഷനിൽ കൊടുത്തിരിക്കുക. നമ്മളും ക്രിയേഷന്റെ ഭാഗമാണ്. 6-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന്റെ സ്വരൂപത്തിൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ ആകാശം അതിനെ വർണ്ണിക്കുന്നു, ദൈവത്തിന്റെ ആട്രിബ്യൂട്ട്സിനെ, ദൈവത്തിന്റെ ക്രിയേറ്റീവ് പവറിനെ. ക്രിയേഷൻ അല്ലെങ്കിൽ സൃഷ്ടി ആകാശം വർണ്ണിക്കുന്നു. സകല ചരാചരങ്ങളും ദൈവത്തിന്റെ വസ്തുതയെ വർണ്ണിക്കുക. പ്രിയമുള്ളവരെ, അതാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ഓടിച്ചു പോകട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ദൈവം ആ എറ്റേണിറ്റിയെ, ദൈവം സ്ഥാപിച്ച എറ്റേണിറ്റിയെ നടപ്പിലാക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഓക്കെ, സോ point number 1, God has planted the concept of eternity in human hearts. Second, through that concept, eternity, God wants to reflect His nature. പഴയ നിയമത്തിന്റെ ഉപദേശപ്രകാരം ദൈവത്തിന്റെ നേച്ചറിനെ വെളിപ്പെടുത്തുന്നതാണ് നിത്യത. മൂന്നാമത്തത്, eternity associated with the covenant with His people. ദൈവം കുറച്ചുകൂടി അബ്രഹാം മുതൽ, നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം മുതൽ തുടർന്നുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്നത് ദൈവത്തിന്റെ നിത്യത ജനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ദൈവം ഒരു കവനന്റ്, ഒരു ഉടമ്പടി ദൈവ മക്കളോടുകൂടി അല്ലെങ്കിൽ ദൈവദാസന്മാരോടുകൂടി ചെയ്യുകയാണ്. ദൈവദാസൻ എന്ന സെൻസ് അബ്രഹാം. നമ്മളെ അബ്രഹാം, നോഹ, മോസസ്, ഡേവിഡ്, അങ്ങനെ പൂർവ്വപിതാക്കന്മാരോട് കൂടി ദൈവം ഒരു കവനന്റ് അല്ലെങ്കിൽ ഒരു ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുകയാണ്. ആ ഉടമ്പടിയുടെ അർത്ഥം എന്തായിരുന്നു? നിത്യതയെ കുറിച്ച് ഒന്നുകൂടി ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ദർശനം അല്ലെങ്കിൽ ഒരു വെളിപ്പാട് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഓരോരുത്തരെ ദൈവം തിരഞ്ഞെടുത്ത് അവരുമായിട്ട് ഉടമ്പടി ചെയ്യുന്നത്. പ്രിയമുള്ളവരെ, നിത്യത എന്നുള്ള കൺസെപ്റ്റ് ദൈവം മാനവജാതിയുമായിട്ട് വയ്ക്കുന്ന ഉടമ്പടിയിൽ ഒന്നുകൂടി ക്ലിയർ ആയിട്ട് വരികയാണ്. ഇനി ഓരോ കവനന്റ് എടുത്ത് വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കവനന്റ് ഉടമ്പടി അല്ലെങ്കിൽ ദൈവമായിട്ടുള്ള ഉടമ്പടിയിൽ അതിന്റെ യുണീക്നെസ് എന്താ? വാട്ട് ഈസ് ദ യുണീക്നെസ് ഓഫ് കവനന്റ്? ദൈവം
എന്തിനു വേണ്ടിയാണ് മാനവജാതിയുമായിട്ട് കവനന്റ് ചെയ്യുന്നത്? ആ കവനന്റിന്റെ ഉടമ്പടിയുടെ അതിന്റെ യുണീക്നെസ് എന്താണ് എന്ന് നമ്മൾ പഴയ നിയമം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. ദൈവം ഈ ഉടമ്പടിയിൽ കൂടി ആഗ്രഹിക്കുന്നത് എന്താ? The intimate relationship. Praise the Lord. Intimate. ദൈവവുമായിട്ട് കുറച്ചുകൂടി അടുത്തൊരു ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ഉടമ്പടി ആഗ്രഹിക്കുന്നത്. Praise the Lord. എന്ന് വെച്ചാൽ ആ ഇന്റിമസി ദൈവം ആഗ്രഹിക്കുന്നെന്ന് വെച്ചാൽ God wants to dwell with his people. That means നിത്യത. What are we going to experience in നിത്യത? എന്താണ് നിത്യതയിൽ അനുഭവിക്കാനായിട്ട് പോകുന്നത്? ദൈവവുമായിട്ടുള്ള വാസം. Praise the Lord. പ്രിയമുള്ളവരെ, ആ ദൈവവുമായിട്ടുള്ള വാസത്തിന് വേണ്ടിയാണ് ദൈവം ഒരു ഉടമ്പടി തന്റെ മക്കളോട് ചെയ്യുന്നത്. Praise the Lord. ആ ഉടമ്പടിയിലേക്ക് കടന്നു വരുമ്പോൾ you become the dwelling place of God. ദൈവം വസിക്കുന്ന ഒരു ആലയമായിട്ട് മാറില്ല. തിരുനിവാസം എത്ര മനോഹരം! അതൊന്നും വിവരിക്കാൻ എനിക്ക് സമയമില്ല. പ്രിയമുള്ളവരെ, ബൈബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Dwelling place of God. In the dwelling place of God, what we experience the intimate relationship, intimacy with God. ആ intimacy ആണ് നമ്മൾ നിത്യതയിൽ അനുഭവിക്കാൻ പോകുന്നത്. നിത്യതയിൽ അനുഭവിക്കാൻ പോകുന്നത് എന്തെന്ന് വെച്ചാൽ നാം ദൈവത്തോട് കൂടെ ആയിരിക്കുന്ന അനുഭവം. Praise the Lord. ഹിന്ദുയിസത്തിൽ ഞാൻ പറഞ്ഞല്ലോ, we are going to have that, according to their teaching, we are going to have aham brahmasmi. Aham brahmasmi. I am the very essence of this Almighty God. പ്രിയമുള്ളവരെ, അതാണ് dwelling place. അതാണ് ദൈവവുമായിട്ടുള്ള ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് നീ പ്രാപിക്കുമ്പോൾ ഈ ഭൂമിയിൽ you are going to experience intimacy with God, dwelling in the presence of God. ദൈവം ആഗ്രഹിക്കുന്ന മാസ്റ്റർ പ്ലാൻ അതാണ്. Praise the Lord. ആകയാൽ പ്രിയമുള്ളവരെ, ഇതാണ് ഉടമ്പടി മൂലം, കവനന്റ് മൂലം ദൈവം ആഗ്രഹിക്കുന്നത്. എന്നാൽ നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം മുതൽ താഴേക്ക് നമ്മൾ വായിക്കുമ്പോൾ പൂർവ്വപിതാക്കന്മാരുടെ കാലശേഷം ഇസ്രായേൽ ജനം അതിനൊക്കെയും വിട്ടുമാറി. എന്നാൽ പുതിയൊരു കവനന്റ് ദൈവം യേശുക്രിസ്തുവിൽ കൂടി ഉടമ്പടി. അതിന്റെ രണ്ടാമത്തെ സെക്ഷനിലാണ് ഞാൻ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഉടമ്പടിയിൽ കൂടി ദൈവം ആഗ്രഹിക്കുന്ന വസ്തുത എന്തെന്ന് വെച്ചാൽ ദൈവത്തിന്റെ ആ നിത്യത എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ അനുഭവിക്കുക. You are going to experience eternity, നിത്യതയുടെ അനുഭവം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ. Praise the Lord. Dwelling with God, intimacy with God. പ്രിയമുള്ളവരെ, ഇന്ന് പകൽക്കാലം നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. Am I experiencing that intimacy with God? Am I dwelling in the presence of God, in the dwelling place of God? പ്രിയമുള്ളവരെ, അതില്ല എങ്കിൽ ദൈവം നമുക്ക് അവസരം തന്നിരിക്കുക. ദൈവസന്നിധിയിലേക്ക് കടന്നു വരിക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പല സ്ഥലങ്ങളിൽ പ്രസംഗിക്കാനായിട്ട് കടന്നു പോകുമ്പോൾ ആളുകൾ, ഞാനൊരു കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു വ്യക്തിയാണ്. കത്തോലിക്കരെ കുറിച്ചൊന്നും ഞാൻ കമ്പയർ ഒന്നും പറയുന്നില്ല, കാരണം ജസ്റ്റ് ലൈക്ക് അതർ റിലീജിയസ് പീപ്പിൾ. എന്നാൽ ഞാൻ പറയുന്നത് പെന്തിക്കോസ്തുകാരെ കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. പെന്തിക്കോസ്തുകാരെന്ന് പറഞ്ഞാൽ എപ്പോഴും ക്ലെയിം ചെയ്യും,
we are very close to God. പ്രിയമുള്ളവരെ, ഒരു വ്യക്തിയെ കാണുമ്പോൾ അറിയാം, ഒരു വ്യക്തിയെ കാണുമ്പോൾ, ഒരു വ്യക്തിയെ ആ വ്യക്തിയോട് കൂടെ ഒരു ദിവസം താമസിച്ചാൽ മതി, നമുക്ക് ആ വ്യക്തിയെ കുറിച്ച് അറിയാം. He is having intimacy with God or not? Intimacy with God or not? Is he dwelling in the place of God? അതിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന പദ്ധതി എന്ന് വെച്ചാൽ, ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ആ അനുഭവം, നിത്യതയുടെ അനുഭവം, നിത്യതയിൽ നാം എന്താണ് പ്രാപിക്കാൻ പോകുന്നത്, അത് ഈ ഭൂമിയിൽ അനുഭവിക്കും. ദൈവത്തോട് കൂടെ വസിക്കുന്ന അനുഭവം, ദൈവത്തോട് കൂടെ വസിക്കുവാൻ ആഗ്രഹിക്കുന്നതായിട്ടുള്ള അനുഭവം. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ഒന്ന് വായിക്കട്ടെ. യോഹന്നാൻ 1:14. പെട്ടെന്ന് വായിക്കണം, കാരണം സമയമില്ല. 10 മിനിറ്റ് കൂടി കൊടുക്കും. വചനം ജഡമായി തീർന്നു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് വന്നവനായ ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു. What does that mean? What does that mean? എന്താണത് പറയുന്നത്? നിത്യജീവൻ, നിത്യതയിൽ. ഈ പുത്രൻ എവിടുന്ന വന്നത്? നിത്യതയിൽ നിന്ന്. പ്രിയമുള്ളവരെ, നിത്യതയിൽ നിന്ന് വന്ന ആ ദൈവപുത്രന്റെ തേജസ് ഞങ്ങൾ കണ്ടു. കാണുക മാത്രമല്ല, ഓ ഹല്ലേലൂയ, യോഹന്നാന്റെ ലേഖനം നാം വായിക്കുമ്പോൾ 3-ാം അധ്യായം 1-ാമത്തെ വായിക്കുമ്പോൾ ഞങ്ങൾ കാണുക മാത്രമല്ല, ഞങ്ങൾ അത് അനുഭവിച്ചു, ഞങ്ങൾ അതിനെ തൊട്ടു. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഇത് കാണുക മാത്രമല്ല, അനുഭവിക്കുകയും അത് തൊട്ടനുഭവിക്കുകയും. തോമസിനെ പോലെ തൊട്ടനുഭവിച്ച അനുഭവമാണ്. പ്രിയമുള്ളവരെ, അതാണ് ദൈവം നമുക്ക് തരുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് അനുഭവിക്കണമെങ്കിൽ പഴയ നിയമത്തിന്റെ ആ പഠിപ്പിക്കൽ അനുസരിച്ച് ദൈവവുമായിട്ടൊരു ഉടമ്പടി. ദൈവം ഈ ഉടമ്പടി ചെയ്യുന്നതിന്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ, അതിന്റെ ഉദ്ദേശം എന്തെന്ന് വെച്ചാൽ, നിത്യത നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുക. നിത്യത അനുഭവിക്കുക. ആകയാൽ ആ ഒരു അനുഭവത്തിലേക്ക് വന്നിട്ടില്ലായിരിക്കും ദൈവം ഓപ്പർച്യൂണിറ്റീസ് തന്നിരിക്കുക, ദൈവം അവസരങ്ങളെ തരികയാണ്. Come and experience that eternity. Come and experience. നിത്യതയുടെ അനുഭവം അനുഭവിക്കുവാനായിട്ട് ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഇനി uniqueness of the covenant, the uniqueness of covenantal relationship. എന്താണ് കവനന്റിന്റെ ബ്യൂട്ടി, യുണീക്നെസ് എന്താണ്? അത് പല കാര്യങ്ങൾ വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്, ഈ മനുഷ്യൻ, മാനവജാതി, അവന്റെ ഉള്ളിൽ ദൈവം ഇത് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അവൻ അതിൽ ഫെയിൽ ആയിപ്പോയി. That means it shows the vulnerability of humanity. മാനവജാതിയുടെ, അതിന്റെ മലയാളം എനിക്കറിയത്തില്ല. ഞാൻ എന്നാൽ ആവുന്ന മലയാളം കൊണ്ടൊക്കെ ഞാൻ പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇംഗ്ലീഷ് പദം പറഞ്ഞു. ഞങ്ങൾ 42 വർഷമായിട്ട് ഞാൻ നോർത്തിലായതുകൊണ്ട് മലയാളമായിട്ടുള്ള ടച്ച് ഇല്ലാത്തത് കൊണ്ട് ഹിന്ദിയിൽ എത്ര വേണമെങ്കിലും സംസാരിക്കും. അപ്പോൾ why the uniqueness of that covenantal relationship, that shows that it shows the vulnerability of humanity. മാനവജാതിയുടെ അധംപതനം, അതാണ് ഈ കവനന്റിൽ കൂടി നമുക്ക് ദൈവം നമ്മളെ വെളിപ്പെടുത്തുന്നത്. You are not able. Okay, so therefore I am coming to make a covenant with you. Praise the Lord. രണ്ട്, കവനന്റിൽ കൂടി ദൈവം നമ്മളോട് പറയുന്നത്, പഴയ നിയമത്തിൽ ദൈവം ആ ഉടമ്പടി ചെയ്തപ്പോൾ
പഴയ നിയമം അതൊരു നിഴല് മാത്രം. നിയമമുള്ളവരെ, ഒരു താൽക്കാലികമായിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ എന്ന് പറഞ്ഞാൽ തന്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയക്കുക എന്നുള്ളതാണ്. ആയതുകൊണ്ട് ഇസ്രായേലിനെ തെരഞ്ഞെടുത്തു. അതും ഒരു നിഴലാണ്. ഇസ്രായേലിനെ തെരഞ്ഞെടുത്ത് അവരുമായിട്ട് ഉടമ്പടി ചെയ്ത് ഇതെല്ലാം വെളിപ്പെടുത്തിയെങ്കിലും ഈ കവനന്റ്, ഈ പഴയ നിയമത്തിലുള്ള ഈ ഉടമ്പടി അതൊരു നിഴല് മാത്രം. പുതിയതായിട്ടുള്ള ഒരു ഉടമ്പടി തന്റെ ഏകജാതനായ പുത്രനിൽ കൂടി ദൈവം സ്ഥാപിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ഒരു നിഴൽ മാത്രമായിരുന്നു പഴയ നിയമത്തിലുള്ള ഉടമ്പടി. അങ്ങനെയെങ്കിൽ നമ്മൾ എത്രയോ ഭാഗ്യശാലികളാണ്. പുതിയ നിയമത്തിൽ വിശ്വസിക്കുന്ന നമ്മൾ, ജീവിക്കുന്ന നമ്മൾ എത്രയോ ഭാഗ്യശാലികളാണ്. ഈ പുതിയ ഉടമ്പടിയിലേക്ക് കടന്നു വരുവാനും ദൈവത്തിന്റെ പുത്രന്മാരെന്നും പുത്രിമാരെന്നും വിളിക്കുവാൻ തക്കോണം നമുക്ക് യോഗ്യത ദൈവം തന്നു. 2, God presents with the humanity. ഈ ഉടമ്പടി നമ്മളെ വിളിച്ചറിയിക്കുന്നത് വെച്ചാൽ ദൈവത്തിന്റെ സാന്നിധ്യം. പഴയ നിയമത്തിൽ എന്തായിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യം? എവിടെയായിരുന്നു ദൈവത്തിന്റെ സാന്നിധ്യം വസിച്ചിരുന്നത്? അത് ദേവാലയങ്ങളിൽ, ടെമ്പിൾ, ജെറുസലേം ടെമ്പിൾ, യഹൂദന്മാരുടെ ടെമ്പിൾ. മരുഭൂമി യാത്രയിൽ ആ ദൈവത്തിന്റെ സാന്നിധ്യം വസിച്ചിരുന്നത് താബർനാക്കിൾ, സമാഗമന കൂടാരത്തിൽ. പിന്നീട് അത് ശലോമോൻ മുഖാന്തരം ദേവാലയം പണിതപ്പോൾ ദൈവത്തിന്റെ പ്രസൻസ് അതിൽ വസിച്ചു. അപ്പോൾ ഈ ഉടമ്പടിയിൽ കൂടി ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ദൈവം നമുക്ക് അവസരം തരും. ഞാൻ നിർത്താൻ പോവുകയാണ്. ദാറ്റ് ഈസ് ഈ നിഴല്, പഴയ നിയമത്തിന്റെ ഈ ഉടമ്പടി ദൈവം പുതിയ നിയമത്തിൽ തന്റെ പുത്രനിൽ കൂടി ദേവാലയത്തിലുമല്ല, സമാഗമന കൂടാരത്തിലുമല്ല, ദൈവം പുതിയൊരു ഡ്വെല്ലിംഗ് പ്ലേസ് സ്ഥാപിക്കാൻ പോകുന്നു. അതിനുള്ള ഒരു വിളിച്ചറിയിപ്പായിരുന്നു പഴയ നിയമത്തിലൂടെ. പ്രിയമുള്ളവരെ, ആകയാൽ ഈ കാര്യങ്ങളാണ് ഉടമ്പടിയിൽ കൂടി പഴയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിലെ ഉടമ്പടി അതൊരു നിഴല് മാത്രമായിരുന്നു. പുതിയതായിട്ടുള്ള ഒന്ന് പുത്രനിൽ കൂടി സ്ഥാപിക്കാനായിട്ട് കടന്നു വരുന്ന ഒരു നിഴലായിരുന്നു. അതിൽ കൂടി ദൈവം ജനത്തോട് പറയുകയാണ്, ഒരു പുതിയ ഡ്വെല്ലിംഗ് പ്ലേസ്, പുതിയ ഒരു ദൈവം വസിക്കുന്ന ആരാധനാലയം, അല്ലെങ്കിൽ ദൈവം വസിക്കുന്ന ഒരു ആലയം ദൈവം പുതിയതായിട്ടൊന്ന് പുതിയ നിയമത്തിൽ സ്ഥാപിക്കാൻ പോകുന്നു. അതിന്റെ വിളിച്ചറിയിപ്പായിരുന്നു പഴയ നിയമം. ഞാൻ ഇവിടെ നിർത്തുകയാണ്. സമയം, എനിക്ക് തന്ന സമയം തീർന്നിരിക്കുന്നു. ആകയാൽ പ്രിയമുള്ളവരെ, നിത്യത എന്ന് പറഞ്ഞത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു സബ്ജക്റ്റാണ്, ഒരു വിഷയമാണ്. അതിൽ കൂടി ദൈവം എന്ത് നടത്തുവാൻ, ഏത് പദ്ധതി ആവിഷ്കരിക്കാൻ പോകുന്നു, അത് തന്റെ ജനത്തിന് പഴയ നിയമത്തിൽ വെളിപ്പെടുത്തി കൊടുത്തു. പഴയ നിയമത്തിൽ നാം വായിക്കുമ്പോൾ നിത്യത പഠിപ്പിക്കുന്നത് ദൈവത്തിന്റെ സ്വഭാവ ഗുണങ്ങളെയാണ്. The attributes of God. 3 ഈ പഠിപ്പിക്കൽ, പഴയ നിയമത്തിന്റെ പഠിപ്പിക്കൽ ദൈവം ആഗ്രഹിക്കുന്നത്, ദൈവം ഈ നിത്യത മാനവജാതി അല്ലെങ്കിൽ ദൈവത്തിന്റെ ജനത്തിന് കൂടുതലായിട്ട് അവെയിൽ ചെയ്യാൻ, കൂടുതലായിട്ട് അതിനെ അനുഭവിക്കാനായിട്ട് ദൈവം ഒരു ഉടമ്പടി ചെയ്യും. ആ ഉടമ്പടിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ്, ഡ്വെല്ലിംഗ് പ്ലേസ്, അതിനെ കൂടുതലായിട്ട് അനുഭവിക്കാൻ കഴിയും. 4, അതിന്റെ യുണീക്നെസ്. പഴയ നിയമത്തിൽ ആ ഉടമ്പടിയുടെ യുണീക്നെസ് എന്തായിരുന്നു? അതൊരു നിഴല് മാത്രമായിരുന്നു, ഒരു നിഴല് മാത്രമായിരുന്നു. ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത സെഷനിൽ പുതിയ നിയമത്തിലേക്ക് കടന്നു വന്ന് പുതിയ നിയമത്തിൽ യേശുക്രിസ്തു മൂലം ഈ ഉടമ്പടി എന്താണ്, ഈ ഉടമ്പടി എന്താണ്,
യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിച്ച ദൈവിക പദ്ധതി, ആ നിത്യതയിൽ നാം എന്താണ് അനുഭവിക്കാൻ പോകുന്നത്, അത് നമുക്ക് ഇവിടെ അനുഭവിക്കാൻ കഴിയുമോ എന്നുള്ളതിനെ കുറിച്ച് ഒരു പഠിപ്പിയാണ് അടുത്ത ആഫ്റ്റർനൂണിൽ ഞാൻ എടുക്കാൻ പോകുന്നത്. ആകയാൽ ദൈവവചനം ശ്രദ്ധിച്ച എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ദൈവത്തിന്റെ ഇന്റിമസിയിലേക്ക് വരുവാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹിക്കുന്ന ആത്മാവിനെ തൃപ്തിപ്പെടുത്തുന്നതാണ് നമ്മുടെ